ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ മലപ്പുറം ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ഫുട്ബോൾ കൂട്ടായ്മയും ചേർന്ന് മലപ്പുറം നഗരത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. മലപ്പുറം MSP പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെയും പതാകയേന്തിയ സബ് ജൂനിയർ ഫുട്ബോൾ താരങ്ങൾ വിളംബര റാലിയിൽ പങ്കെടുത്തു. ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം എല്ലാ കാലത്തും ഫുട്ബോളിനെ വരവേറ്റ ഒരു നാടാണ് മലപ്പുറം. എനിക്ക് പിറകിൽ ഇപ്പോൾ കാണാം വിളംബര റാലി, ലോകകപ്പിൻ്റെ വിളംബര റാലി നടക്കുകയാണ്. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് ഇപ്പോൾ ഇന്ന് മലപ്പുറം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനുള്ള വിളംബര റാലി നടത്തുന്നതെന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വിളംബര റാലിയെ ആവേശമാക്കിക്കൊണ്ട് 9 അടി വലിപ്പമുള്ള വേൾഡ് കപ്പിൻ്റെയും 5 അടി വ്യാസമുള്ള ലോകകപ്പ് പന്ത് ടിയാങ്ങിൻ്റെയും മാതൃകയും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിളംബര റാലി മലപ്പുറത്ത് നടക്കുന്നത്. മാത്രമല്ല ഈ മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നിവരുടെ രൂപമുള്ള ആളുകളും ഇതിനകത്തുണ്ട്. മാത്രമല്ല 48 രാജ്യങ്ങളുടെ പതാകയെത്തിയ സബ് ജൂനിയർ കുട്ടികൾ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഈ റാലി കോട്ടപ്പടി മൈതാനത്ത് ആണ് സമാപിക്കുക. അവിടെ ആവേശകരമായ ഫുട്ബോൾ മത്സരം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ചേരുകയാണ്. വലിയൊരു ആവേശത്തിലേക്കാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ആവേശത്തിലാണ്. ഈ ആവേശം വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് കിട്ടുന്നത് വരെ കാണും. എങ്ങനെയുണ്ട് ആവേശം? വളരെ നല്ല ആവേശത്തിലാണ് മലപ്പുറം ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവേശം ടൂർണമെന്റ് കഴിയുന്നവരെ ഉണ്ടാവും. അത്രയും നല്ല രീതിയിലാണ് കട്ടൗട്ടുകളും അതുപോലെ തന്നെ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുള്ളത്. ആവേശത്തിൽ മഴയൊന്നും ഒരു പ്രശ്നമല്ല. ഫുട്ബോളിൽ മഴ ഒരു പ്രശ്നം തന്നെയല്ല. ഇന്നത്തെ മാച്ചിൽ ആരൊക്കെയാണ് കളിക്കാനുള്ളത്? നമ്മളത് ആഷിഖ് കുര്യൻ ഉണ്ട്, അനസ് എടുത്തൊടിക ഉണ്ട്, മഷൂർ ഉണ്ട്, സഹൽ ഉണ്ട്, റിനോ ഉണ്ട്, വിനീത് ഉണ്ട്. ഫുൾ ടീമാ. ഏതായാലും വലിയൊരു ആവേശത്തോടെയാണ് മലപ്പുറത്ത് ഈ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് ഇപ്പോൾ ഈ റാലി നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കുട്ടികൾ പല രാജ്യത്തിൽ 48 രാജ്യങ്ങളുടെ കൊടി വീശിക്കൊണ്ട് മലപ്പുറത്തിന്റെ ഭാവി ഫുട്ബോൾ താരങ്ങൾ ഇപ്പോൾ ഈ വിളംബര റാലിയിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം എല്ലാ കാലത്തും ഫുട്ബോളിനെ നെഞ്ചേറ്റിയ നാടാണ്. ഓരോ വീട്ടിലും ഒരു കൂട്ട് ജേഴ്സിയും ബൂട്ടെങ്കിലും ഓരോ മലപ്പുറത്തെ വീടുകളിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ഈ കുട്ടികളൊക്കെ വലിയ ആവേശത്തിൽ. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം, ഏതാ ടീം? കയ്യിലെ കൊടിയതാ? ഏതാ ടീം? അർജന്റീന ജയിക്കോ? പോർച്ചുഗൽ. അർജന്റീന, ബ്രസീൽ മാത്രമല്ല പോർച്ചുഗലും മറ്റെല്ലാ ടീമുകളുണ്ട്. മലപ്പുറത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ലഹരി. അതിൻ്റെ ഒരു ആവേശം അവർക്ക്. നമുക്ക് ഇനി ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ നോക്കാം. ഇവിടെ ബാൻഡ് മേളങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോളിൻ്റെ മാതൃകയും അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിൻ്റെ മാതൃകയും ഒക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഒരു ആവേശകരമായ ഫുട്ബോൾ വിളംബര റാലി നടക്കുന്നതെന്നുള്ളതാണ്. വലിയ ആവേശത്തിലാണ് ഈ ഫുട്ബോളിനെ വരവേൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലോകകപ്പിനെ വരവേൽക്കാൻ മലപ്പുറത്തിൻ്റെ മണ്ണും ആവേശമായി ഒരുക്കിക്കഴിഞ്ഞു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ആവേശജലമായ മത്സരം, അല്ലെങ്കിൽ ഈ വിളംബര റാലി എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരും ഉള്ളത്. ഏതായാലും ഇനിയുള്ള ദിനങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ ഒട്ടും കുറവില്ലാത്ത ദിനങ്ങളായിരിക്കും. മലപ്പുറത്തുനിന്ന് അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ.